പണ്ട് ടീച്ചേഴ്സ് എപ്പോഴും ഞങ്ങളടുത്ത് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പെൺകുട്ടികൾ അധികം തുള്ളാൻ നിൽക്കണ്ട, കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 4 ദിക്കിലാവും, അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വേറെ ദിക്കിലോട്ട് പോയ ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഹാഫ് ഡേ എടുത്തിട്ട് പോയിട്ടുള്ളത്. നഫ്ല എന്നാണ് ആളുടെ പേര്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. ഒരു കുട്ടി ബേബി ഉണ്ട്. ആൾ ഭയങ്കര ബിസി ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബേബി ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഇന്നിപ്പോൾ 10 വർഷമായിട്ട് ഞങ്ങളുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലുള്ള സ്നേഹത്തിനോ പ്രത്യേകിച്ച് കുറവൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് അവൾക്ക് സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ആയിട്ട് പോയത്. പക്ഷേ സർപ്രൈസ് ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ആള് ഭയങ്കര ഹാപ്പിയാണ്. നമുക്കത് മതിയല്ലോ. ഇപ്പോൾ ഈ കുണിങ്ങി വരുന്നത് നിങ്ങൾ നോക്കുകയേ വേണ്ട. പണ്ടുണ്ടല്ലോ ഇവളുടെ കൂടെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആവും, അത്രയ്ക്ക് കോമഡി ആയിരുന്നു. കൂടുതൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ തീർന്നു മക്കളായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ പലരുടെയും ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആഫ്റ്റർ മാരേജ് ആണ്. അവർ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നതും ഒരുപാട് ആളുകളായിട്ട് മിങ്കിൾ ചെയ്ത് തുടങ്ങുന്നതും ഈവൻ അവരൊന്ന് ഫ്രീ ആയിട്ട് ചിന്തിച്ച് തുടങ്ങുന്നത് വരെ ആഫ്റ്റർ മാരേജ് ആയിരിക്കും. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വി കാൻ റൺ അവേ ഫ്രം അവർ റെസ്പോൺസിബിലിറ്റീസ്. ബിക്കോസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കല്യാണവും റിലേഷൻഷിപ്പും ഒന്നിനും ഒരു അവസാനമല്ല. നമുക്ക് വേണ്ടാത്തടത്ത് മാത്രമേ എല്ലാം അവസാനിക്കുന്നുള്ളൂ. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും.